സഭ ഇന്ന് ഈസ്റ്റർ തിരുനാൾ ആഘോഷിക്കുന്നു. മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്ത തമ്പുരാനെ ആണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഒരിക്കലും എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഒരു സ്ഥലത്ത് യേശുവിൻ്റെ ഒത്തിരി പിക്ചറുകൾ ഇങ്ങനെ വിൽക്കുവാൻ വേണ്ടി ഒരു കടയിൽ വെച്ചിരിക്കുന്നു. ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ ക്രൂശിച്ച ചിത്രത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വല്ലാതെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഒരു ചെറുക്കൻ, ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ദൈവമാണ്, ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ ദൈവത്തിൻ്റെ രൂപമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അല്പം മുൻപോട്ട് നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ ചെറുക്കൻ, ഈ പയ്യൻ വീണ്ടും വന്ന് തിരിച്ചു വന്ന് ആ സ്ത്രീയോട് പറഞ്ഞു, ഇത് ഇവൻ ക്രൂശിക്കപ്പെട്ടുവെങ്കിലും മൂന്നാം ദിവസം അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ആഘോഷിക്കുന്ന ഈസ്റ്റർ എന്ന് പറയുന്നത് മരണത്തെ ജയിച്ച യേശുവിന്റെ വിജയമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുവിന്റെ വിജയമാണ് നാം ഇന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നത്. ഇന്ന് ഈ ബൈബിൾ ഭാഗം എനിക്ക് വായിച്ചപ്പോൾ യേശുവിന്റെ ഉത്ഥാനത്തിന് തടസ്സം നിന്ന 2-3 വാക്കുകൾ എനിക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചു. ഒന്നാമതായിട്ട് ഒരു കല്ലറ, രണ്ടാമതായിട്ട് ഈ കല്ലറയ്ക്ക് ചുറ്റും അടച്ചു വച്ചിരിക്കുന്ന ഒരു കല്ല്, വീണ്ടും കച്ച. യേശുതമ്പുരാന് ഈ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ് പോയത്. കല്ലറ എന്ന തടസ്സത്തെ അല്ലെങ്കിൽ കല്ലറ എന്ന ബന്ധനത്തിൽ നിന്ന് യേശുതമ്പുരാൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതൊക്കെ കല്ലറയിലാണ് നാം അകപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഒരുപക്ഷെ പാപത്തിന്റെ ഒരു കല്ലറയായിരിക്കാം നമ്മൾ കിടക്കുന്നത്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുവാനായിട്ട് ഒരുപക്ഷെ കല്ല് നിനക്കൊരു തടസ്സമാകാം, ഒരുപക്ഷെ നിന്റെ കച്ച നിനക്ക് ഒരു തടസ്സമായിട്ട് നിനക്ക് നിൽക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഈ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഏത് കല്ലറയിലാണോ ഞാൻ കിടക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. എവിടെയാണ്? ഒരുപക്ഷെ പാപത്തിന്റെ കല്ലറയാകാം, ഒരുപക്ഷെ ദാരിദ്ര്യത്തിന്റെ കല്ലറയാകാൻ നിനക്ക് ഉണ്ടാകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ശത്രുതയാകുന്ന മനോഭാവത്തിന്റെ കല്ലറ അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ കല്ലറയിലാണ് നീ ഇത് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിനക്ക് മാറി ചിന്തിക്കുവാൻ, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു ദിവസമാണ് തമ്പുരാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ ചിന്തിക്കുക, വിചിന്തനം ചെയ്യുക. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഒപ്പം തന്നെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത് മറ്റൊന്നാണ്. മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് ആദ്യം എത്തുന്നത്. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവള് യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച് എത്തി എന്നുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് അവള് ചിന്തിച്ചു, എനിക്ക് ആദ്യം പോയി യേശുവിനെ കാണണം, യേശുവിന്റെ കല്ലറയിൽ എനിക്ക് മറ്റാരെയും മുൻപ് എനിക്ക് അവിടെ പോകണം എന്ന് മഗ്ദലന മറിയം ചിന്തിച്ചു. അവൾക്ക് നിർബന്ധമായിരുന്നു യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹം. പക്ഷേ അവൾ അവിടെ ചെന്നപ്പോൾ ആ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. അവൾ ചിന്തിച്ചു, അവൾക്ക് മുൻപേ ആരോ അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത്. തനിക്ക് മുമ്പേ മറ്റാരോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് യേശു നാഥൻ. നീ നടക്കുന്ന നിന്റെ വഴിക്ക് മുൻപേ,
നീ ചിന്തിക്കുന്ന നിന്റെ ചിന്തകൾക്ക് മുൻപേ, നീ എടുത്തു വെക്കുന്ന നിന്റെ കാലുകൾക്ക് മുമ്പേ നിന്റെ ഉദ്ധിതനായ യേശുനാഥൻ നിങ്ങളുടെ മുൻപിൽ ഉണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. നിനക്ക് മുൻപേ നിന്നെ അറിഞ്ഞ നിന്റെ ദൈവം നിന്റെ മുൻപിലായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ബോധം. ആ ഒരു ചിന്ത ഇന്നത്തെ ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് ആവശ്യമാണ്.